ഹായ് മക്കളെ, നമസ്കാരം. നയൻത്തിലെ സ്വാതന്ത്ര്യം തന്നെ ജീവിതം എന്ന ഈ പാഠഭാഗം കേരള പാഠാവലിയിലെ 4ാമത്തെ യൂണിറ്റിലെ ചാപ്റ്റർ ഫസ്റ്റ് ഒന്നാമത്തെ ചാപ്റ്റർ നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്? അതിൻ്റെ സംഗ്രഹവും ചോദ്യോത്തരങ്ങളും മാത്രം പരിശോധിക്കുന്ന ഈ സെക്ഷനിലേക്ക് മക്കൾക്ക് സ്വാഗതം. സ്വാതന്ത്ര്യം തന്നെ ജീവിതം ആരുടെ കൃതിയായിരുന്നു? ഖദീജ മുംതാസ് എഴുതിയ കൃതിയായിരുന്നു. ആരായിരുന്നു ഖദീജ മുംതാസ്? തൃശ്ശൂർ ജില്ലയിലെ കാട്ടൂരിലാണ് ജനിച്ചത്. തൃശ്ശൂരിലും കോഴിക്കോടുമായി വിദ്യാഭ്യാസം പൂർത്തിയാക്കി ചന്ദ്രിക വാരികയിൽ പ്രസിദ്ധീകരിച്ച ആത്മതീർത്ഥങ്ങളിൽ മുങ്ങി നിവർന്ന് എന്ന നോവലിലൂടെ സാഹിത്യ ജീവിതം ആരംഭിച്ചു. 2007 പ്രസിദ്ധീകരിച്ച ബർസ എന്ന നോവലിലൂടെ മലയാള സാഹിത്യ ലോകത്ത് പ്രശസ്തയായി. 2010 കേരള സാഹിത്യ അക്കാദമി പുരസ്കാരത്തിന് ഈ നോവൽ അർഹയായി. ഡോക്ടർ ദൈവമില്ല, ആതുരം എന്നിവ മറ്റ് കൃതികളാണ് ഖദീജ മുംതാസിൻ്റെ. ഓക്കെ, പാഠസംഗ്രഹത്തിലേക്ക് നോക്കാം. ഭാരതം സ്വാതന്ത്ര്യം നേടിയ സന്ദർഭത്തിൽ ഭാരത ജനത അനുഭവിച്ചതും പങ്കിട്ടതുമായ ഉത്സവാന്തരീക്ഷം ഐഷു എന്ന പെൺകുട്ടിയുടെ കാഴ്ചയിലൂടെ അവതരിപ്പിക്കുന്നതാണ് പാഠഭാഗം. ഭാരതം സ്വാതന്ത്ര്യം നേടിയ സന്ദർഭത്തിൽ ഭാരത ജനത അനുഭവിച്ചതും പങ്കിട്ടതുമായ സന്തോഷപരമായ ആ ഒരു സാഹചര്യം ഐഷു എന്ന പെൺകുട്ടിയുടെ കാഴ്ചയിലൂടെ അവതരിപ്പിക്കുന്നതാണ് പാഠഭാഗം. എല്ലായിടത്തും ഇന്ത്യൻ പതാകകൾ കയ്യിലേന്തി ആബാലവൃദ്ധജനങ്ങൾ സ്വാതന്ത്ര്യത്തെ എതിരേറ്റു. തൻ്റെ സ്കൂളിൽ ദേശീയ പതാക ഉയർത്തിയ നിമിഷം അഭിമാനത്തോടെ ഐഷു ഓർക്കുന്നു. അന്ന് നടന്ന ഘോഷയാത്രയിൽ എല്ലാ സ്കൂളിലെയും കുട്ടികൾ ഒന്നിച്ചു ചേർന്നു. പല വഴികളിലൂടെ വന്നെത്തിയ ഘോഷയാത്രകൾ കൂടിച്ചേർന്ന് വലുതായി വലിയ പുഴ പോലെ മാറുന്നത് അവൾ കാണുന്നു. അഭിമാനവും സന്തോഷവും നിറഞ്ഞ ഈ നിമിഷങ്ങൾ ഖദീജ മുംതാസിൻ്റെ നീട്ടിയെഴുത്തുകൾ എന്ന നോവലിൽ ആവിഷ്കരിക്കുന്നു. ഈ ഭാഗമാണ് നമ്മുടെ പാഠഭാഗം. പാഠഭാഗത്തിൻ്റെ പേരെന്തായിരുന്നു? സ്വാതന്ത്ര്യം തന്നെ ജീവിതം. സെറ്റാണല്ലോ. ഇനി ചോദ്യോത്തരത്തിലേക്ക് വരാം. ഇന്ത്യ സ്വതന്ത്രയാവുന്നു, ഞാനും സ്വതന്ത്രയാവുന്നു. എൻ്റെ സ്വർണ്ണ ചിറകുകൾക്ക് എന്തുമാത്രം തിളക്കമാണ്. ഞാൻ പറന്നു കാണാൻ പോകുന്ന ലോകങ്ങൾക്ക് ഇനി 700 വർണ്ണങ്ങൾ. സ്വാതന്ത്ര്യത്തെക്കുറിച്ചുള്ള ഐഷുവിൻ്റെ എന്തെല്ലാം പ്രതീക്ഷകളാണ് നോവൽ ഭാഗത്ത് തെളിയുന്നത്? ചർച്ച ചെയ്യുക. ചോദ്യം ക്ലിയർ ആണല്ലോ. നോക്കുക. ഇനി വെള്ളക്കാരില്ല, അവർ താങ്ങി നിർത്തുന്ന രാജാക്കന്മാരും ഇല്ല. നമ്മൾ തന്നെ നമ്മളെ ഭരിക്കും. സമത്വ സുന്ദരമായ നമ്മുടെ സ്വന്തം ഭരണം. ഇനി കൃഷിക്കാരെ പിഴിയുന്ന നികുതി ഉണ്ടാവില്ല. അത് മുടങ്ങിയാൽ വരുന്ന ജപ്തികളും ഉണ്ടാവില്ല. ഗുണ്ടാപിരിവും ഉണ്ടാകില്ല. തിന്നാൻ അരിയില്ലാത്ത അവസ്ഥയില്ല. പൂഴ്ത്തിവെപ്പുകാരുമില്ല. നമ്മുടെ കുഞ്ഞുങ്ങൾ ഇനി വയറു നിറയെ ഭക്ഷണം കഴിക്കും. നല്ല ഉടുപ്പുകളിട്ട സ്കൂളുകളിൽ ജാതി വിവേചനങ്ങളില്ലാതെ പഠനം നടത്തും. ഉന്നത വിദ്യാഭ്യാസം എല്ലാവരും നേടിയെടുക്കുന്ന സാഹചര്യം വരും. നാട്ടിലുള്ള ജനങ്ങൾ തന്നെ സർക്കാർ ഉദ്യോഗങ്ങളിലെ ഉന്നത സ്ഥാനങ്ങളിൽ ജോലി ചെയ്യും. ഇതെല്ലാമായിരുന്നു ഐഷുവിൻ്റെ പ്രതീക്ഷകൾ. ഓർത്തു വെച്ചേക്കുക. ഇനി വെള്ളക്കാരില്ല, അവർ താങ്ങി നിർത്തുന്ന രാജാക്കന്മാരില്ല. നമ്മൾ തന്നെ നമ്മളെ ഭരിക്കും. സമത്വ സുന്ദരമായ നമ്മുടെ സ്വന്തം ഭരണം. ഇനി കൃഷിക്കാരെ പിഴിയുന്ന നികുതി ഉണ്ടാവില്ല. അത് മുടങ്ങിയാൽ വരുന്ന ജപ്തികളും ഉണ്ടാവില്ല. ഗുണ്ടാപിരിവും ഉണ്ടാകില്ല. തിന്നാൻ അരിയില്ലാത്ത അവസ്ഥയില്ല. പൂഴ്ത്തിവെപ്പുകാരുമില്ല. നമ്മുടെ കുഞ്ഞുങ്ങൾ ഇനി വയറു നിറയെ ഭക്ഷണം കഴിക്കും. നല്ല ഉടുപ്പുകളിട്ട സ്കൂളുകളിൽ ജാതി വിവേചനങ്ങളില്ലാതെ അവർ പഠനം നടത്തും. ഉന്നത വിദ്യാഭ്യാസം എല്ലാവരും നേടിയെടുക്കുന്ന സാഹചര്യം വരും. നാട്ടിലുള്ള ജനങ്ങൾ തന്നെ സർക്കാർ ഉദ്യോഗങ്ങളിലെ ഉന്നത സ്ഥാനങ്ങളിൽ ജോലി ചെയ്യും. ഇതെല്ലാമായിരുന്നു ഐഷുവിൻ്റെ പ്രതീക്ഷകൾ. ആദ്യമായി ദേശീയ പതാക സ്കൂൾ അങ്കണത്തിൽ കൊടിമരത്തിലേക്ക് ചിറക് കുടഞ്ഞു കയറി. സ്വന്തം നാടിൻ്റെ ദേശീയ പതാക ആദ്യമായി ഉയർന്നു കണ്ട അനുഭവം എഴുത്തുകാരി വിവരിക്കുന്നത് എങ്ങനെയാണ്? ആ വാക്കുകൾ തന്നെയുണ്ട്. ആദ്യമായി ദേശീയ പതാക സ്കൂൾ അങ്കണത്തിൽ കൊടിമരത്തിലേക്ക് എന്ത് ചെയ്തു? കൊടിമരത്തിലേക്ക് ചിറക് കുടഞ്ഞു കയറി എന്നാണ് കൊടി ഉയരുന്നതിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. ഇങ്ങനെ ആദ്യമായി ഉയർന്നു കണ്ട അനുഭവം എഴുത്തുകാരി വിവരിക്കുന്നത് എങ്ങനെയാണ്? നാട്ടിലെങ്ങും പതാകകൾ നിർഭയമായി, നിർഭയം, ഭയമില്ലാതെ ഇളം വെയിലിൽ ഉയരങ്ങളിൽ പാറിക്കളിക്കുന്നു. ഹെഡ് മാസ്റ്റർ കുട്ടികൾക്ക് സ്വാതന്ത്ര്യ ദിന സന്ദേശം നൽകി. എന്താണ് സ്വാതന്ത്ര്യം? അതിന് പിന്നിൽ പ്രവർത്തിച്ച മഹാത്മാക്കൾ ആരൊക്കെയാണ്? പതാകയിലെ നിറങ്ങളുടെ പ്രസക്തി എന്താണ്? പുതുതലമുറയുടെ ഭാവി കാഴ്ചപ്പാട് എല്ലാം അടങ്ങിയ സന്ദേശമായിരുന്നു ഹെഡ് മാസ്റ്റർ കുട്ടികൾക്ക് നൽകിയത്. പ്രസംഗം കഴിഞ്ഞപ്പോൾ അദ്ദേഹം കൈ മടക്കി ഉയർത്തി ജയ് ഹിന്ദ് എന്ന് ഉച്ചരിച്ചപ്പോൾ കുട്ടികളിൽ ജയ് ഹിന്ദാണ് കേട്ടോ, ജയ് ഹിന്ദ് എന്ന് ഉച്ചരിച്ചപ്പോൾ കുട്ടികളിൽ ആവേശത്തിൻ്റെ തിര ഉയർന്നു. പൂക്കളുതിർത്ത് പതാക കൊടിമരത്തിലേക്ക് ഉയർന്നപ്പോൾ എല്ലാവരും സല്യൂട്ട് നൽകുകയും ദേശഭക്തി ഗാനം ആലപിക്കുകയും ചെയ്തു. നാട്ടിലെങ്ങും
പതാകകൾ നിർഭയമായി ഇളം വെയിലിൽ ഉയരങ്ങളിൽ പാറിക്കളിക്കുന്നു. ഹെഡ് മാസ്റ്റർ കുട്ടികൾക്ക് സ്വാതന്ത്ര്യദിന സന്ദേശം നൽകി. എന്താണ് സ്വാതന്ത്ര്യം? അതിന് പിന്നിൽ പ്രവർത്തിച്ച മഹാത്മാക്കൾ ആരാണ്? പതാകയിലെ നിറങ്ങളുടെ പ്രസക്തി എന്താണ്? പുതുതലമുറയുടെ ഭാവി കാഴ്ചപ്പാട് എന്തായിരിക്കണം? എല്ലാം അടങ്ങിയതായിരുന്നു ഹെഡ് മാസ്റ്ററുടെ സന്ദേശം. പ്രസംഗം കഴിഞ്ഞപ്പോൾ അദ്ദേഹം കൈ മടക്കി ഉയർത്തി ജയ് ഹിന്ദ് എന്ന് ഉച്ചരിച്ചപ്പോൾ കുട്ടികളിൽ ആവേശത്തിൻ്റെ തിര ഉയർന്നു. പൂക്കൾ തീർത്ത് പതാക കൊടിമരത്തിലേക്ക് ഉയർന്നപ്പോൾ എല്ലാവരും സല്യൂട്ട് നൽകുകയും ദേശഭക്തി ഗാനം ആലപിക്കുകയും ചെയ്തു. സെറ്റാണല്ലോ. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. നാടിന് മുഴുവൻ ഇപ്പോൾ അങ്ങനെ ഒരു വെളിച്ചം തെളിച്ചം. സ്വാതന്ത്ര്യത്തിൻ്റെ ഈ തെളിച്ചം എഴുത്തുകാരി എങ്ങനെയാണ് അവതരിപ്പിച്ചിരിക്കുന്നത്? നാടിന് മുഴുവൻ ഇപ്പോൾ അങ്ങനെ ഒരു വെളിച്ചം തെളിച്ചം. സ്വാതന്ത്ര്യത്തിൻ്റെ ഈ തെളിച്ചം എഴുത്തുകാരി എങ്ങനെയാണ് അവതരിപ്പിച്ചിരിക്കുന്നത്? റമദാൻ മാസം തുടങ്ങും മുമ്പ് വീടും പുറവും മാറാല തട്ടി വൃത്തിയാക്കി, വിളക്ക് ചില്ലുകൾ തുടച്ച് മിനുക്കി, വിളക്ക് ചില്ലുകൾ തുടച്ചു മിനുക്കി, കിടക്കകൾ വെയിലത്തിട്ടുണക്കി, ജനാലവിരികൾ കഴുകാനെടുത്ത് കഴിയുമ്പോൾ വീടിനുണ്ടാകുന്ന ഒരു പ്രകാശത്തോടും പുതിയ പരിവേഷത്തോടുമാണ് എഴുത്തുകാരി നാടിനുണ്ടായ വെളിച്ചത്തെ താരതമ്യം ചെയ്യുന്നത്. നോക്കുക, റമദാൻ മാസം തുടങ്ങും മുമ്പ് മുസ്ലിം വീടുകളിൽ എന്ത് ചെയ്യും? വീടും പുറവൊക്കെ മാറാലയൊക്കെ തട്ടി വൃത്തിയാക്കി, വിളക്ക് ചില്ലുകളൊക്കെ തുടച്ച് മിനുക്കി, കിടക്കകളൊക്കെ വെയിലത്തിട്ട് ഉണക്കി, ജനാലവിരികളൊക്കെ കഴുകാനെടുത്ത് കഴിയുമ്പോൾ വീടിനുണ്ടാകുന്ന ഒരു പ്രകാശത്തോടും പുതിയ പരിവേഷത്തോടുമാണ് എഴുത്തുകാരി നാടിനുണ്ടായ വെളിച്ചത്തെ താരതമ്യം ചെയ്യുന്നത്. ഓക്കെ മക്കളെ, സെറ്റാണല്ലോ. അപ്പോൾ പാഠഭാഗം നന്നായിട്ട് വായിച്ച് എന്ത് ചെയ്യുക? ക്വസ്റ്റ്യൻ ആൻസർ സെറ്റാക്കി വെച്ചേക്കാം. ഓക്കെ, അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും മറക്കരുത്. തീർച്ചയായിട്ടും എന്ത് ചെയ്യണം? രേഖപ്പെടുത്തണം. താങ്ക് യു.